തിരുവനന്തപുരം നഗരത്തിൽ ഹോട്ടലുകൾ കഴുത്തറപ്പൻ വില ഈടാക്കുന്നു എന്ന ന്യൂസ് 18 വാർത്ത ചർച്ച ചെയ്ത നഗരസഭ അമിത തുക ഈടാക്കുന്ന സാഹചര്യം ഭക്ഷ്യമന്ത്രിയുടെയും ജില്ലാ കളക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മേയർ കൗൺസിലിനെ അറിയിച്ചു. നഗരസഭ വില നിർണ്ണയിക്കുന്ന തരത്തിൽ സംവിധാനം കൊണ്ടുവരുന്നതിന്റെ നിയമസാധുത പരിശോധിക്കുമെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് MR ഗോപനാണ് കൊള്ളവില നിയന്ത്രിക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർത്തിയത്. തമ്പാനൂർ ആര്യാനിവാസ് ഹോട്ടൽ 2 വടക്കും ചായയ്ക്കും ഈടാക്കിയത് 115 രൂപ. ന്യൂസ് 18 ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നു. എന്നുവെച്ചാൽ തിരുവനന്തപുരത്ത് നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തന്മാർ ഒക്കെ വരുന്ന തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള തമ്പാനൂർ ആര്യാനിവാസിൽ ഒരു സാധാരണക്കാരൻ കയറി 2 വടയും ഒരു ചായയും വാങ്ങിയിട്ടുള്ള ബില്ല് ഞാൻ ഇതിനോടൊപ്പം അയച്ചിട്ടുണ്ട്. അതിൽ 115 രൂപയാണ് ആ ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കൊല്ലത്ത് താമസിക്കുന്ന ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചായയും വടയും കഴിച്ച് പോകും കിട്ടിയിരിക്കുന്നത്. ഈ കഴുത്തിൽ കത്തിവെക്കുന്ന ഇത്തരം പ്രവണതകളെ നിയന്ത്രിക്കുവാൻ ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണ്ടേ സർ? ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ഹോട്ടലുകളുടെ ലൈസൻസ് ഉൾപ്പെടെ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഈ കൗൺസിൽ അതിനെന്നാണ് എനിക്ക് ആമുഖമായി ബഹുമാനപ്പെട്ട മേയറോട് സൂചിപ്പിക്കാം. വിഷയം ഗൗരവത്തിലെടുത്ത് നഗരസഭയും ഇടപെടൽ ഇതിനകം നടത്തിയെന്ന് മേയർ കൗൺസിലിനെ അറിയിച്ചു. നഗരസഭ വില നിയന്ത്രിക്കുന്ന തരത്തിൽ സംവിധാനം കൊണ്ടുവരുന്നതിന്റെ സാധ്യതയും പരിശോധിക്കുന്നു. ഇതൊരു പൊതു പ്രശ്നമാണ്. ചില ഹോട്ടലുകൾ അവർക്ക് തോന്നിയ പോലെ ഈ റേറ്റ് നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പൊതു വിഷയം നമ്മുടെ മുന്നിലുണ്ട്. ആ വിഷയം അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്തത് ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കളക്ടറിനും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നഗരസഭ കത്ത് കൊടുത്തിരുന്നു. ഈ വാർത്ത വന്നതിനെ തുടർന്ന് തന്നെ ഇത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കത്ത് കൊടുത്തിരുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിയമപരമായ ഇതിന്റെ വശം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലീഗൽ ഒപ്പീനിയൻ എടുത്തുകൊണ്ട് ഇതിലൊരു വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വഴിയോ രൂപീകരിക്കാൻ സാധിക്കുമോ എന്ന് കൗൺസിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കൊല്ലം സ്വദേശിയായ ഉണ്ണികൃഷ്ണനിൽ നിന്നാണ് അമിത വില ഈടാക്കിയത്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.